ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്ന സിനിമ ബറോസ്. ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഈ സിനിമയെ പറ്റി കുറേയധികം നെഗറ്റീവ് റെസ്പോൺസുകളൊക്കെയാണ് വരുന്നത്. ചില പോസിറ്റീവ് റെസ്പോൺസുകളൊക്കെ വന്നിട്ടുണ്ട്, തിയേറ്റർ റെസ്പോൺസിലൊക്കെ അന്യായ പോസിറ്റീവ് വരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കൂടുതലും നെഗറ്റീവ് റെസ്പോൺസുകളൊക്കെ ആയിട്ടാണ് വരുന്നത്. പക്ഷേ എനിക്കിവിടെ ഇഷ്ടപ്പെട്ടു. കാരണം ഞാനാണെങ്കിൽ ഒരു പ്രതീക്ഷയില്ല, ട്രെയിലറൊക്കെ ഇറങ്ങിയപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷേ ഈ ഒരു പടം കിട്ടുമായിട്ടുണ്ട്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാനൊരു പ്രതീക്ഷയില്ലാതെ റിവ്യൂ ഒക്കെ കണ്ട് ഒരു പ്രതീക്ഷയില്ലാതെ പോയതാണ്. പക്ഷേ പടം കിടക്കിയിട്ടുണ്ട്. പടത്തിൻ്റെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ 3D തന്നെയാണ്, 3D എക്സ്പീരിയൻസ് തന്നെയാണ്. അതുപോലെ തന്നെ വിഷ്വൽസും VFX ഒക്കെയാണ് ഇതിൻ്റെ മെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നത്. ആൻഡ് മ്യൂസിക്കും ഒക്കെ അതിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കഥ എന്ന് പറയുന്നത് അത്രയ്ക്കില്ല, പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു VFX ഒക്കെ കൊണ്ട് നല്ലൊരു റീസെൻറ്റ് വർക്ക് തന്നെയാണ് ഈ ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പോൾ ചില സിനിമകളൊക്കെ ബിഗ് ബഡ്ജറ്റ് വന്നിട്ട് ഇത് വരുന്നുണ്ട്. എങ്ങനെയുണ്ടാ പടം? വുഡ് എങ്ങനെയുണ്ട്? വുഡു മറ്റേ ചെറിയ പാവക്കുട്ടിയുടെ പോലത്തെ സംഭവം, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതപ്പോൾ അതൊക്കെ നന്നായിട്ടുണ്ട്, വളരെയധികം നന്നായിട്ട് തന്നെ VFXും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ, മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെയാണ് മലയാളികളുള്ളത്. പിന്നെ നമ്മുടെ ഗുരു സോമസുന്ദരം ആക്ടറുണ്ട്. പിന്നെ മറ്റേ മിന്നൽ മുരളിയിൽ ഷിബുവായിട്ട് അഭിനയിച്ച ആക്ടർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആൻ്റണി പെരുമ്പാവൂറുണ്ട്. എന്നിട്ട് ആശീർവാദ് സിനിമാസാണ്, അപ്പോൾ അതുകൊണ്ട് ആൻ്റണി പെരുമ്പാവൂർ എന്തായാലും ഉണ്ടാവും ക്യാമിയോ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലുണ്ട്. അപ്പോൾ പ്രണവ് മോഹൻലാൽ ക്ലൈമാക്സിലൊക്കെയാണ് വരുന്നത് അജ്ഞാതൻ എന്നാണ് ഒരു കാസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. പെർഫോമൻസുകളിനൊക്കെ വെച്ച് പറയുകയാണെങ്കിൽ കുറേ പേരൊക്കെ ഉണ്ട്. പക്ഷേ അതിൽ ഇസബെല്ല എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അത് ചെയ്ത ആക്ട്രസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു ഇസബെല്ലയും അതുപോലെ തന്നെ ബറോസും തമ്മിലുള്ള ബോണ്ടാണ് ഇതിൻ്റെ ഈ ഒരു കഥയുടെ മെയിനായിട്ടുള്ളൊരു തീമെന്ന് തന്നെ പറയുന്നത്. പക്ഷേ അത് അത്രയ്ക്ക് വെളിപ്പൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ ഇപ്പോൾ പാസം ഒക്കെ ആയിട്ട് ഭയങ്കര ഓവറായിട്ടൊക്കെ കാണിക്കാറുണ്ട് ചില സിനിമകളിലൊക്കെ. പക്ഷേ ഇതിലങ്ങനെ ഓവറൊന്നും ആയിട്ടില്ല. എങ്കിൽ അത് ഒരു ഇവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ഒന്ന് അധികമായിട്ട് കാണിച്ചിരുന്നെങ്കിൽ അത് കുറച്ച് ഓവറായിട്ട് തോന്നിയാണ്. ഇപ്പോൾ കങ്കുവയിലൊക്കെ അതാണ് സംഭവിച്ചത്. അധികമായിട്ടുള്ള പാസൊക്കെ കയറ്റി കൊളാക്കുകയാണ് കങ്കുവ സിനിമയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൽ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ നന്നായിട്ട് തന്നെ ആ ഒരു ഭാഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഫാമിലി ഓഡിയൻസിന് വളരെ നന്നായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റും. പിന്നെ ഇതിലത്തെ ഫൈറ്റുകളിനൊക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 2 ഫൈറ്റുകൾ മാത്രമേ ഈ ഒരു സിനിമയിലുള്ളൂ. ഇപ്പോൾ കുറേയധികം പേരൊക്കെ ഫൈറ്റ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടൊക്കെ പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ലാലേട്ടനും മീശപുരി ഒക്കെ പ്രതീക്ഷിച്ചിട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെയുള്ള എലമെൻസ് ഒന്നും ഇതിലില്ല. ഇതൊരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ്. ഇപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുക, കുട്ടികളിനൊക്കെ കൂട്ടിയിട്ട് കാണാൻ പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണിക്ക് തെറിക്കുന്ന VFX ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ 3D. നീ തന്നെ പറ നിന്റെ പടല്ലേ കുട്ടികളൊക്കെ. പിന്നെ എന്നിട്ട് ശൂല ഹണ്ടിച്ച് വരുന്ന സീനുണ്ടായി. അതുപോലത്തെ കുറെ സീനുകളൊക്കെ ഉണ്ട്. ചുമര് പൊട്ടിയിട്ട് ലാലേട്ടൻ പോണു. ഞാൻ വിചാരിച്ചത് എങ്ങനെ ചുമര് പൊട്ടിയത്. ലാലേട്ടൻ പോയി. പിന്നെ എങ്ങനെ ചുമര് പൊട്ടി? ലാലേട്ടൻ അടിപൊളി. തലേവൻ ടേറ്റടിച്ച് അതൊന്ന് കണ്ടറിയാൻ. പാമ്പ് കയറുന്നൊന്നും അറിയില്ല. നീ കഥ മൊത്തം പറഞ്ഞു കൊടുക്കല്ലേ, പിന്നെ എന്തിനാ ഒരു സിനിമ കാണാൻ പോണേ? തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. കൊടുത്ത പൈസ ഒരിക്കലും വേസ്റ്റ് ആവില്ല, കാരണം അത്രയ്ക്ക് നല്ല സിനിമ തന്നെയാണ്. അപ്പോൾ ശനി ഞായറൊക്കെ അല്ലേ, അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.